വെൽക്കം ബാക്ക് ടു അവർ ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേറ്റീവ് ആൻഡ് എന്റർടൈനിങ് ചാനൽ ദ ലിറ്റിൽ മല്ലൂസ് ഇൻ സിഡ്നി. അപ്പോൾ ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് ചെറിയൊരു വീഡിയോ ഒരു 5 minutes കണ്ടിട്ട് പോകാം. നെപ്പിൻ ഡാമിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് കുറച്ച് നേരത്തേക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് തന്നെയാണ്. ഇരുവശങ്ങളിലും നല്ല മനോഹരമായ മരങ്ങളും. കുറച്ചുകൂടെ ഇൻസൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് വളവും തിരിവുകളും ഒക്കെ ഇതുപോലെ കാണാം. പിന്നെ കാറിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നെപ്പിൻ ഡാമിൻ്റെ ഏകദേശം ഒരു ഓവറോൾ വ്യൂ എന്നൊക്കെ പറയാം. ഇതാണ് നെപ്പിൻ ഡാമിൻ്റെ അടുത്തു നിന്നുള്ള വ്യൂ. ഇതിൻ്റെ മുകളിലൂടെ നമ്മൾക്ക് നടക്കുകയും ചെയ്യാം. എല്ലിയോറ പ്ലേറ്റോയിൽ 4 ഡാമുകളിൽ ഏറ്റവും ചെറുതും അവസാനമായി പണി കഴിച്ച ഡാമാണ് നെപ്പിൻ ഡാം. ഈ ഡാമിൻ്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത് അടുത്തുള്ള ടൗണുകളിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുക എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇരുവശങ്ങളായി കാണുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ആൾക്കാരെ ഈ ഡാമിലേക്ക് ആകർഷിക്കുന്നത്. ഇത്തിരിയും കൂടെ മനോഹരമാക്കിയാൽ സിനിക് വ്യൂ എന്നൊക്കെ പറയാം. (320 ചതുരശ്ര കിലോമീറ്ററിൽ നിന്നും വെള്ളം ശേഖരിച്ച് 325 ഹെക്ടർ വിസ്തൃതിയുള്ള തടാകമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 70,170 മെഗാലിറ്റർ ആണ്. എമ്മൂസ് നടന്നു വരുന്ന ഈ റോഡിലൂടെ മുകളിലേക്ക് നടന്നാൽ കാണുന്ന കാഴ്ചയാണ് ഇത്. അല്ലിക്കുട്ടൻ ആദ്യമായിട്ടാണ് ഡാം കാണുന്നത്. എമ്മ ഓർമ്മ വെച്ച നാളിൽ ആദ്യമായിട്ടായിരിക്കും. ഇടയ്ക്കിടെ ചിന്നം ഭിന്നം ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ 2 പേർക്കും ഒരേ കുട മതി. ഈ ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് കാണാവുന്ന വ്യൂ ആണിത്. ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം 81 meters ആണ്. എമ്മക്കുട്ടന് ഡാം എന്താണെന്ന് അറിയത്തില്ലെന്ന്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇതിനെല്ലാം മറുപടി എന്നോണം ഞാൻ അവളെ അങ്ങ് എടുത്തു പൊക്കി പിടിച്ചു. എന്നിട്ട് ഇതൊക്കെയാണ് ഡാം എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാൻ നൈസായിട്ട് എൻ്റെ മാനം കാത്തു. പിന്നെ മറ്റൊരു കാര്യം, ആ താഴെ നിൽക്കുന്ന കുട പിടിച്ച് നിൽക്കുന്ന ഒരു പുള്ളിയില്ലേ, ആ പുള്ളിയും എമ്മായിട്ട് ഭയങ്കര ഉടക്കാണ് ഈ കുടയ്ക്ക് വേണ്ടി. അപ്പം ഈ 2 കാര്യവും ഞാൻ ന്യൂട്രലായിട്ട് സാധിച്ചു. നമ്മുടെ മലയാളിക്കരയുടെ ഇടുക്കി എന്നും ഇടുക്കിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിലെ നെപ്പിൻ വേർലും ചെറുതാണ് കേട്ടോ. നമ്മുടെ ഓസ്ട്രേലിയ മറ്റൊരു പ്രത്യേകതയാണ് തന്നെ, ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഡാം കാണാൻ വന്നിരിക്കുന്ന ഏരിയ ആണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ കാണുവാണെങ്കിൽ അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ചസും ബാർബിക്യൂ ചെയ്യാനുള്ള ബാർബിക്യൂ ഏരിയയും വാഷ് ചെയ്യാനുള്ള വാഷിംഗ് സ്പേസും വേസ്റ്റ് കളയാനുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റും തൊട്ട് മുകളിലായിട്ട്, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷേ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബാത്റൂമും അവൈലബിൾ ആണ്. അപ്പം ഞങ്ങളിപ്പോൾ പോവുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.